Hello friends, എല്ലാവർക്കും ടെക് ഫോർ യു ചാനലിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. മൈ നെയിം ഈസ് മെഹബൂബ് റഹ്മാൻ ആൻഡ് യു ആർ വാച്ചിങ് മൈ ടെക് ഫോർ യു ചാനൽ വീഡിയോ. അപ്പം ഇന്ന് അതായത് ടുഡേ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സംതിങ് സ്പെഷ്യൽ. അതായത് നമ്മളുടെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടില്ല, അഥവാ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു ഫേം മറ്റൊരു ഫേമിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ലിപ്പ്, ഒരു ഫേം ക്യാഷ് മറ്റൊരു ഫേമിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ആ സ്ലിപ്പ് നമുക്ക് എങ്ങനെ ഫിൽ ചെയ്തിട്ട് ബാങ്കിലോട്ട് സബ്മിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇത് പലർക്കും അറിയാൻ വഴിയില്ല. ഓക്കെ, ഇത് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ കാണിച്ചാൽ ഇതാണ് സ്ലിപ്പ്, ഞാൻ തിരിച്ചു പിടിച്ചുള്ളതേ. ഓക്കെ, ഇതാണ് ഫെഡറൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ട്രാൻസ്ഫർ സ്ലിപ്പ്. ഈ സ്ലിപ്പ് നമുക്ക് എങ്ങനെ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം, ബാങ്കിലോട്ട് സബ്മിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം വരുന്ന വീഡിയോസ് അതിനേക്കാൾ ബെറ്ററാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിത്തൗട്ട് എ ടി എം കാർഡ് ഇല്ലാതെ നമുക്ക് ATM മെഷീനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫണ്ട് വിഡ്രോ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ആ വീഡിയോസും അതിന് ശേഷം ഇടുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവാൻ വഴിയില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ട്രാൻസ്ഫറിങ് സ്ലിപ്പ് നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് കാണുന്ന ബ്രാഞ്ച് എന്ന് കാണുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ബാങ്കാണോ നമുക്ക്, അതായത് ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് മറ്റൊരു ബാങ്കിലേക്ക്, അതായത് മറ്റൊരു ഫേമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് എഴുതുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡേറ്റ് എഴുതുക, ഏത് ദിവസമാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഡേറ്റ് എഴുതുക. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ എന്നുണ്ട്, അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ തന്നെ ബെനിഫിഷ്യറി നെയിം, അതായത് ബെനിഫിഷ്യറി നെയിം എന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ അയക്കുന്ന ആളുടെ അക്കൗണ്ടിലെ പേര്, അതായത് അക്കൗണ്ട് നമ്പറിലെ പാസ്ബുക്കിലെ പേര്. അതേപോലെ തന്നെ ബെനിഫിഷ്യറി, അതായത് ആ വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ. പിന്നെ അതേപോലെ തന്നെ ബെനിഫിഷ്യറി ബാങ്ക്, അതായത് ആ വ്യക്തിയുടെ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക്, SBI ആണെങ്കിൽ SBI ETC. ഓക്കെ, അതേപോലെ തന്നെ ബെനിഫിഷ്യറി ബ്രാഞ്ച്, അതായത് ആ വ്യക്തിയുടെ ബാങ്ക് ബ്രാഞ്ച് എവിടെയാണോ ആ പേരാണ് ഇവിടെ എഴുതി ഫിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബെനിഫിഷ്യറി IFSC കോഡ്, അതായത് ആ വ്യക്തിയുടെ IFSC കോഡ് ഇവിടെ എഴുതുക. അതേപോലെ തന്നെ എമൗണ്ട് ഇവിടെ എഴുതുക, എത്രയാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ എമൗണ്ട് ഇവിടെ എഴുതുക. അതേപോലെ തന്നെ ചാർജസ് നമ്മൾ ഇവിടെ ഫിൽ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട്, നമ്മൾ അയക്കുന്നതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ ഫിൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതിയതിനു ശേഷം, അതായത് എമൗണ്ട് ഇവിടെ എഴുതി ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതിയതിനു ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ കാണും ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, അതായത് നമ്മളെ അയക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ, അതായത് ആ ഫേമിലേക്കാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, അതായത് ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ, അതായത് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ അഡ്രസ്സിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഓഫീസ് അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കൗണ്ട് നമ്പർ, അതായത് അക്കൗണ്ട് നമ്പർ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത്, അതായത് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാങ്ക്, ആ എന്താ പറയാ, ആ ഫേമിലെ, അതായത് ആ സ്ഥാപനത്തിന്റെ, അതായത് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാങ്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. ഫെഡറൽ ആണെങ്കിൽ ഫെഡറൽ, SBI ആണെങ്കിൽ SBI, കനറ ആണെങ്കിൽ കനറ. അതേപോലെ തന്നെ ബ്രാഞ്ച്, അതായത് ആ ബാങ്കിന്റെ ബ്രാഞ്ച് നെയിം, എവിടെയാണോ സ്ഥലം അത് എഴുതുക. അതേപോലെ തന്നെ IFSC കോഡ് അതും ഇവിടെ എഴുതുക. അതിനുശേഷം ഇവിടെ വരുന്നതാണ് റെമിറ്റർ ഡീറ്റെയിൽസ്, അതായത് അയക്കുന്ന നമ്മളുടെ ഡീറ്റെയിൽസ്, സെൻഡറുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ
നെയിമിന്റെ സ്ഥാനത്ത് നമ്മുടെ പാസ്ബുക്കിലെ നെയിം എഴുതുക, അതേപോലെ തന്നെ അഡ്രസ്സ് എഴുതുക, അതേപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എഴുതുക. ഓക്കെ, നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എഴുതുക. അതിനുശേഷം നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നിർബന്ധമായി നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ പാൻ കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ പാൻ കാർഡ് നമ്പർ എഴുതുക, അതേപോലെ തന്നെ ടെലിഫോൺ നമ്പർ, നമ്മളുടെ ടെലിഫോൺ നമ്പർ ഇവിടെ എഴുതുക. അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ഓപ്ഷണൽ ആയിരിക്കാം. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് എഴുതുക. കാരണം ഒരു ഫേമിലേക്കൊക്കെ അയക്കുമ്പോൾ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പം അതേപോലെ തന്നെ എമൗണ്ട്, അതായത് ഫണ്ട് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് ഇവിടെ എഴുതി കൊടുക്കുക. അതായത് 5000 ആണെങ്കിൽ 5000 ഇട്ട് ഇവിടെ RS ഇടുക. അതേപോലെ തന്നെ ചാർജസ് നമ്മുടെ ഇവിടെ എഴുതേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓരോ അക്കത്തിലുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതുക. അതിനുശേഷം മെസ്സേജ് അവിടെ നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ പിന്നെ ചോദിക്കുന്നതാണ് ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ കൺഫർമേഷൻ. അതായത് നമ്മളുടെ ബെനിഫിഷ്യറി, അതായത് ആർക്കാണോ നമ്മൾ അയക്കുന്നത്, അതായത് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ ഒന്നും കൂടെ, അതായത് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴെ ഭാഗത്ത്, ഈ ഫോമിന്റെ താഴെ ഭാഗത്ത് ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ കൺഫർമേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു അക്കൗണ്ട് നമ്പർ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ പറയുന്നുണ്ട്. അപ്പം ഡെപ്പോസിറ്റർ, അതായത് സെൻഡർ, ഞാനാണിപ്പം അയക്കുന്നതെങ്കിൽ എൻ്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സിഗ്നേച്ചർ ഫോർ ആപ്ലിക്കന്റ്, ഇവിടെ ഒരു സൈൻ കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ലിപ്പ് ഫിൽ ചെയ്യേണ്ട ആവശ്യം ഇത്രേ വരുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്.